मांगे सदा तेरे ही दर से दुआ। मांगे सदा तेरे ही दर से दुआ। तू जो सुने ना मेरा ये दर्द तो किसको सुनाऊंगा मैं। खाली उठा तेरे दर से जो मैं तो फिर कौन से दर पे जाऊंगा मैं। अल्लाह कर बे करबला मत दे सल्लल्लाह हक अल्लाह या अल्लाहू अल्लाहू। आप रसूले खुदा अल्लाहू अल्लाह, आप हबीबे खुदा अल्लाहू अल्लाह, आप नबी मुस्तफा अल्लाहू या रसूल अल्लाह या रसूल अल्लाह या रसूल अल्लाह या रसूल अल्लाह। आप रसूले खुदा अल्लाहू अल्लाह, आप हबीबे खुदा अल्लाहू अल्लाह, आप नबी मुस्तफा अल्लाहू या रसूल अल्लाह या रसूल अल्लाह। खारे खारे आंखों से आंसू बहे, रूदा दे गम आपसे ना तो किससे कहें। खारे खारे आंखों से आंसू बहे, रूदा दे गम आपसे ना तो किससे कहें। कर बे करबला मत दे सल्लल्लाह हक अल्लाह या अल्लाहू अल्लाहू। आप रसूले खुदा अल्लाहू अल्लाह, आप हबीबे खुदा अल्लाहू अल्लाह, आप नबी मुस्तफा अल्लाहू या रसूल अल्लाह या रसूल अल्लाह या रसूल अल्लाह या रसूल अल्लाह। सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि वसल्लम। फरियाद आपसे करते हैं, दरारें दिल की दयारों पे पड़ गई है मौला। आपकी जात से उम्मीद गुलाम करते हैं। أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. الرحيم آمين آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. നിർവഹിച്ച നമ്മുടെ പ്രിയ കുടുംബാംഗം ആമിന ശതക്ക് കമ്പിച്ചത്ത് കുടുംബ സംഗമത്തിന്റെ സ്നേഹോപഹാരം നൽകുന്നത് ഇക്ബാൽ അഥവാ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആമിന ശതനെ ക്ഷണിച്ചു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കോഴിക്കോട് കോർപ്പറേഷനിലെ 52-ാം വാർഡ് കുറ്റിച്ചിറ വാർഡിലെ ചാപ്പയിൽ തങ്ങളസ് റോഡിൽ സ്ഥിതി ചെയ്യുന്ന കമ്പിച്ചത്ത് കുടുംബസംഗമമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കുടുംബസംഗമം ഇന്നിവിടെ നടക്കുന്നത്. 8 വർഷമായി ഞങ്ങൾ കുറേ പേർ ഇതിൻ്റെ പിന്നിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3 മാസം മുമ്പാണ് നമുക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒത്തു വരികയും അവിടെ വെച്ച് ഈ കുടുംബസംഗമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആലോചന അവിടെ വെച്ച് നടക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കുടുംബാംഗമായ അലവിയുടെ വീട്ടിൽ വെച്ച് ആദ്യമായി ഒരു യോഗം ചേരുകയും ആ യോഗത്തിൽ നമ്മുടെ മൊത്തം കുടുംബാംഗങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മൾ പരമാവധി കുടുംബാംഗങ്ങളെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിപാടിയുമായി മുന്നോട്ട് പോയി. അതിനുശേഷം നബീസഞ്ഞാമിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ വിപുലമായ ഒരു കമ്മിറ്റി കൂടുകയും അതിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങളും അതിൽ പങ്കെടുക്കുകയുണ്ടായി. അവിടെ വെച്ചിട്ട് നമ്മൾക്ക് ചില ചുമതലകൾ കുറച്ച് പേർക്ക് നൽകുകയും അവർ കൃത്യമായിട്ട് ഈ പരിപാടിക്ക് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും വെറും 4 ദിവസം കൊണ്ട് അവർ പൂർത്തീകരിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. 4ാമത്തെ ദിവസം നമ്മൾ നമ്മുടെ മൂസക്കയുടെ മകൻ നാസർക്കൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഇതിൻ്റെ അവലോകന യോഗം ചേരുകയും ഈ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഓരോരുത്തർക്ക് ചുമതലകൾ നൽകിക്കൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും ഇതിലെ ഒരാൾ എന്നില്ല എല്ലാ അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയുണ്ടായി. എല്ലാവരും കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ളത്. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം. ഒരാളുടെ മാത്രം ക്രെഡിറ്റ് അല്ല, ഇത് എല്ലാവരുടെയും കൂടി ക്രെഡിറ്റാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഈ പരിപാടിക്കകത്ത് അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കുടുംബ അംഗമായിട്ടുള്ള മമ്മൂദുക്കയാണ്.
മമ്മൂദ് കൈ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മമ്മൂദ് കൈ ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് പുറത്തുനിന്ന് ഒരാളും അല്ല, നമ്മുടെ കുടുംബാംഗം തന്നെ ആയിട്ടുള്ള നമ്മുടെ കുടുംബത്തിലെ ആദ്യ ജനപ്രതിനിധി, കക്കോടി ഗ്രാമപഞ്ചായത്തിലെ കിനാലൂർ വാർഡിലെ മെമ്പറായിട്ടുള്ള KT ഷാഹിദാണ്. ഷാഹിദിനെ ഈ വേദിയിലേക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് സത്താർ മൗലവിയാണ്. സത്താർ മൗലവി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നത് ലത്തീഫ്, നമ്മുടെ ഈ കുടുംബസംഗമത്തിൻ്റെ താൽക്കാലിക കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്. ലത്തീഫ് ഈ പരിപാടിയിൽ ആശംസ അറിയിച്ച് സംസാരിക്കുന്നതാണ്. അതേപോലെ തന്നെ നാസർക്ക, നമ്മുടെ ഈ പരിപാടിയുടെ ട്രഷററാണ്. നാസർക്ക ഈ പരിപാടിയിൽ ആശംസ അറിയിച്ച് സംസാരിക്കും. അതേപോലെ തന്നെ ബീരാൻക,